പിന്നെ മാതൃഭൂമിയിൽ ഫ്രണ്ട് പേജിൽ തന്നെ കൊടുത്തിരിക്കുന്ന ഒരു ന്യൂസാണ്, വിഴിഞ്ഞം അദാനിയുമായി പുതിയ ധാരണ, വരുമാനം വൈകില്ല. ഇന്നലെ നമ്മൾ വിഴിഞ്ഞത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, കേന്ദ്രം കോടികൾ അനുവദിച്ചു എന്നുള്ളത്. അപ്പം വിഴിഞ്ഞം തുറമുഖത്തിൽ നിന്നുള്ള വരുമാന വിഹിതം 2030 മുതൽ തന്നെ കേരളത്തിന് ലഭിക്കും. ഭാവി വികസനം ഉറപ്പാക്കാനും അനുബന്ധക്കാർ സംസ്ഥാന സർക്കാരും അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡും തമ്മിൽ ഒപ്പുവെച്ചിരിക്കുകയാണ്. അപ്പം വിഴിഞ്ഞം തുറമുഖത്തിൽ നിന്നുള്ള വരുമാന വിഹിതം കേരളത്തിന് 2034 മുതൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാരും അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡും ഒപ്പുവെച്ചിട്ടുണ്ട്. തുറമുഖം പ്രവർത്തനം ആരംഭിച്ച് 15-ാം വർഷമായ 2034 മുതലാണ് വരുമാനത്തിൽ നിന്നുള്ള വിഹിതം സർക്കാരിന് ലഭിക്കേണ്ടത്. അപ്പോൾ തുറമുഖം പ്രവർത്തനം ആരംഭിച്ചിട്ട് 16-ാം വർഷമായ 2034 മുതലാണ് ഇതിൽ നിന്നുള്ള വരുമാനം കേരളത്തിന് പ്രധാനമായിട്ട് ലഭിക്കേണ്ടത്. എന്നാൽ പ്രവർത്തനം തുടങ്ങാൻ 5 കൊല്ലം വൈകിയതിനാൽ അദാനി ഗ്രൂപ്പ് 2039 മുതൽ വരുമാന വിഹിതം നൽകിയാൽ മതിയായിരുന്നു. സർക്കാരിന് വരുമാന നേട്ടം ഉണ്ടാകുന്നത് ആദ്യം വിഭാവനം ചെയ്തിരുന്നതിനേക്കാൾ നേരത്തെയാകുമെന്ന് മന്ത്രി വി.എൻ. വാസവൻ പത്രസമ്മേളനത്തിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നിർമ്മാണ കരാർ പ്രകാരം അദാനി തുറമുഖ കമ്പനികൾ കൈമാറേണ്ട ഭൂമി സമയബന്ധിതമായി ഏറ്റെടുത്തു കൊടുക്കാൻ കഴിയാത്തതുമൂലം 30 കോടിയോളം രൂപ നഷ്ടപരിഹാരമായി നൽകേണ്ടി വരും. പുതിയ ധാരണയനുസരിച്ച് സർക്കാർ അത് നൽകേണ്ടതില്ല. നിലവിൽ പ്രതിവർഷം 10 ലക്ഷം കണ്ടെയ്നർ കൈകാര്യശേഷി. അപ്പോൾ 2028 നിർമ്മാണം പൂർത്തിയാകുന്നതോടെ 30 ലക്ഷമാവും. ഓട്ടോമേറ്റഡ് സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് വഴി 45 ലക്ഷം വരെ ഉയരും. നിർമ്മാണ കരാർ പ്രകാരം 408.90 കോടിയായിരുന്നു സംസ്ഥാന VGF വിഹിതമായി കമ്പനിക്ക് നൽകേണ്ടിയിരുന്നത്. പുതിയ ധാരണയുടെ അടിസ്ഥാനത്തിൽ ഇത് 365.10 കോടിയാണെന്ന് മന്ത്രി പറഞ്ഞു. ഇപ്പോൾ ഇതിൽ 189.90 കോടി നൽകിയാൽ മതി, ബാക്കി നിർമ്മാണം പൂർത്തിയാകുന്ന മുറയ്ക്ക്. അപ്പോൾ 2039 പകരം 2034 തന്നെ സംസ്ഥാനത്തിന് വരുമാന വിഹിതം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ 2-3 ഘട്ടങ്ങളായിട്ട് ചെലവ് കമ്പനി തന്നെയായിരിക്കും ഇതിനകത്ത് വഹിക്കുന്നത്. അപ്പോൾ തുറമുഖത്തിൻ്റെ 2, 3, 4 ഘട്ടങ്ങളുടെ വികസനത്തിനായി 10,000 കോടി രൂപ ചെലവ് കണക്കാക്കിയിട്ടുണ്ട്. ഇത് അദാനി കമ്പനി ആയിരിക്കും വഹിക്കുന്നത്. നികുതി ഇനത്തിൽ സർക്കാരിന് ലഭിക്കുന്ന വരുമാനത്തിൽ അദാനി കമ്പനിക്ക് 2028 തിരികെ നൽകേണ്ട 175.2 കോടി കണ്ടെത്താൻ സർക്കാരിന് സാധിക്കുകയും ചെയ്യും. അപ്പോൾ പദ്ധതിയുടെ സാധ്യത പഠന റിപ്പോർട്ട് അനുസരിച്ച് 40 വർഷ കരാർ കാലയളവിൽ ഏകദേശം 54,750 കോടി രൂപ മൊത്ത വരുമാനം ഉണ്ടാകും. അതിൽ ഏകദേശം 63,000 കോടി സംസ്ഥാനത്തിന് ലഭിക്കുകയും ചെയ്യും. എന്നാൽ 2028 ശേഷി വർദ്ധിപ്പിക്കൽ പൂർത്തിയാകുന്നതോടെ മൊത്ത വരുമാനം 2,15,000 കോടി രൂപയാകുമെന്നാണ് മന്ത്രി പറയുന്നത്. അപ്പോൾ എന്താണ് കേരളത്തിന്, അതായത് വിഴിഞ്ഞം അദാനിയുമായിട്ട് ഇപ്പം ധാരണ ഏർപ്പെട്ടിരിക്കുകയാണ്, വൈകത്തില്ല എന്നുള്ള ഒരു ഇതാണ്. അപ്പോൾ 2034 ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇനിയും അതിന് വൈകില്ല എന്നുള്ള രീതിക്കാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത്. 2039 വരെ 2034 തന്നെ സംസ്ഥാനത്തിന് വരുമാന വിഹിതം ലഭിക്കുമെന്നാണ് പറയുന്നത്.